ഹായ് കൂട്ടുകാരെ, എൻ്റെ പേര് ശിവൻ. എനിക്ക് 19 വയസ്സുണ്ട്. ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന കാലം. ഞങ്ങളുടെ പഴയ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കാൻ വന്ന ലക്ഷ്മി ചേച്ചിയും ഞാനുമായുള്ള കഥയാണ് നിങ്ങളോടിന്ന് പറയാൻ പോകുന്നത്. എൻ്റെ അച്ഛൻ ഗൾഫിലാണ്. വീട്ടിൽ അമ്മയും ഞാനും എൻ്റെ അനിയനും മാത്രമേ ഉള്ളൂ. അനിയൻ +2-ലാണ് പഠിക്കുന്നത്. എൻ്റെ അമ്മ സാധാ ഒരു വീട്ടമ്മയാണ്. അത്യാവശ്യം നല്ല സാമ്പത്തിക ചുറ്റുപാടായിരുന്നു ഞങ്ങളുടേത്. അതുകൊണ്ട് തന്നെ അച്ഛൻ ഞങ്ങളുടെ പഴയ വീടിൻ്റെ മുമ്പിലായിട്ട് വലിയൊരു 2 നില വീട് പണിതു. അധികം വൈകാതെ തന്നെ ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് താമസം മാറി. പഴയ വീട്ടിൽ ഞാനും എൻ്റെ അനിയനും ഒന്നിച്ച് ഒരു റൂമിൽ ആയിരുന്നു. പുതിയ വീടിൻ്റെ താഴത്തെ നിലയിലെ ഓരോ റൂം അമ്മയും അനിയനും എടുത്തു. എനിക്ക് മുകളിലത്തെ റൂം തന്നെ വേണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. എൻ്റെ പുതിയ റൂമിൻ്റെ ജനാല തുറന്നാൽ ഞങ്ങളുടെ പഴയ വീടും ആ പ്രദേശവും എല്ലാം കാണാം. ഞാൻ ആ റൂം തന്നെ എടുത്തു. ഒരു റൂം ഒറ്റയ്ക്ക് കിട്ടിയപ്പോഴാണ് സമാധാനമായി ഒരു സിനിമ കാണാനും എല്ലാം ചെയ്യാനും എല്ലാം പറ്റിയത്. വയസ്സ് 19 ആയെങ്കിലും ഒന്നിനുമുള്ള ഭാഗ്യമൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. കോളേജിൽ ഒരു കാമുകിയുണ്ട്. അത് ഉള്ളതും ഇല്ലാത്തതും ഒരുപോലെയാണ്. ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് താമസം മാറിയതുകൊണ്ട് പഴയ വീട് താമസമൊന്നുമില്ലാതെ വെറുതെ കിടന്നാൽ നശിച്ചു പോകുമെന്നും അതുകൊണ്ട് വാടകയ്ക്ക് കൊടുക്കാമെന്നും തീരുമാനിച്ചു. ആദ്യം വന്നത് അടുത്തുള്ള വുമൺസ് കോളേജിലെ കുറച്ച് പിള്ളേരാണ്. ഒരു 5 പേരുണ്ട്. അതിൽ ഒരു കുട്ടി മാത്രം കാണാൻ വലിയ കുഴപ്പമില്ല. ബാക്കിയെല്ലാം കണക്കാണ്. ആ കുട്ടിയുമായി ഞാൻ കൂട്ടായി വരികയായിരുന്നു. അപ്പോഴാണ് അമ്മ അവരെയെല്ലാം പറഞ്ഞു വിട്ടത്. അവർ വീട് നല്ലപോലെ സൂക്ഷിക്കുന്നില്ല, ഒരു വൃത്തിയുമില്ല എന്നൊക്കെയാണ് അമ്മ പറഞ്ഞത്. ഇനി കൊടുക്കുകയാണെങ്കിൽ ഒരു ഫാമിലിക്ക് മാത്രമേ താമസിക്കാൻ കൊടുക്കൂ എന്നും അമ്മ പറഞ്ഞു. അങ്ങനെയാണ് ലക്ഷ്മി ചേച്ചി അവിടേക്ക് വരുന്നത്. ഒരു ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ സമയത്താണ് ലക്ഷ്മി ചേച്ചിയും ഭർത്താവും വീട് കാണാൻ വരുന്നത്. ചേച്ചിയെ കണ്ടപ്പോൾ തന്നെ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. നല്ല മനോഹരമായ ചിരിയാണ് ചേച്ചിയുടേത്. ചേച്ചിയുടെ ഹസ്ബൻഡ് മെലിഞ്ഞിട്ടാണ്. കാഴ്ചയിൽ വലിയ ആരോഗ്യമൊന്നും ഉള്ളതായി തോന്നുന്നില്ല. ചേച്ചിക്ക് ഒരു 25-27 വയസ്സൊക്കെ തോന്നിക്കും. ചേട്ടനൊരു 35 വയസ്സൊക്കെ കാണുമായിരിക്കും. അവർക്ക് മക്കളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ആള് ടൗണിൽ സ്വന്തമായി ഒരു ഹോട്ടൽ നടത്തുകയാണ് എന്നാണ് അമ്മ പറഞ്ഞത്. അവർ രണ്ടുപേരും കൂടി വീടും വീടിൻ്റെ പരിസരവും എല്ലാം നടന്ന് കാണുകയാണ്. ചേച്ചിക്കും ചേട്ടനും വീട് ഇഷ്ടമാകണേ എന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. വീട് എല്ലാം ചുറ്റി നടന്ന് കണ്ടതിന് ശേഷം വീട് ഇഷ്ടമായി എന്ന് അവർ അമ്മയോട് പറഞ്ഞു. അടുത്ത ആഴ്ച സാധനങ്ങൾ എല്ലാമായി വരാമെന്നും പറഞ്ഞു. ജനാല തുറന്നാൽ പഴയ വീടെല്ലാം കാണുന്ന മുറി തന്നെ എടുത്തതിൽ എനിക്ക് നല്ല സന്തോഷം തോന്നി. അങ്ങനെ ആ ദിവസം വന്നു. ഒരു ലോറി നിറയെ സാധനങ്ങളുമായി ചേച്ചിയും ചേട്ടനും എത്തി. ഞാനും എൻ്റെ അനിയനും സാധനങ്ങൾ ഇറക്കാനും വീടിനുള്ളിൽ അതെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കാനും അവരുടെ കൂടെ കൂടി. ആദ്യ ദിവസം ആയതുകൊണ്ട് തന്നെ ചേച്ചി രാത്രിയിൽ ഭക്ഷണം കഴിക്കാൻ ഞങ്ങളെ എല്ലാവരെയും അവിടേക്ക് ക്ഷണിച്ചു. അനിയന് അന്ന് രാത്രി വേറെ എന്തോ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അവൻ അതിന് പോയി. എൻ്റെ അമ്മ രാത്രിയിൽ അങ്ങനെ ഫുഡൊന്നും കഴിക്കാറില്ല. അവർ വിളിച്ചതല്ലേ, അതുകൊണ്ട് എന്നോട് തനിയെ പോവാൻ അമ്മ പറഞ്ഞു. ഒരു 8 മണിയായപ്പോൾ ഞാൻ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയി. എന്നെ കണ്ടപാടെ അനിയനും അമ്മയും എവിടെയെന്ന് ചേച്ചി ചോദിച്ചു. ഞാൻ അവർ വരാത്തതിൻ്റെ കാര്യം പറഞ്ഞു. എന്നിട്ട് ചേട്ടൻ എവിടെയെന്ന് ചോദിച്ചു. ആള് കൂട്ടുകാരെ സൽക്കരിക്കാൻ പോയതാണ്. ഇനി വരുമ്പോൾ ഒരു സമയമാകും. നീ എന്തായാലും വന്നല്ലോ, എനിക്ക് സന്തോഷമായി. നീ വാ, നമുക്ക് ഭക്ഷണം കഴിക്കാം. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. കുറച്ചു നേരം സംസാരിച്ചു. ചേച്ചി നല്ലപോലെ സംസാരിക്കുന്ന കൂട്ടത്തിലാണ്. പെട്ടെന്ന് തന്നെ ഞങ്ങൾ നല്ല ഫ്രണ്ട്സായി. അങ്ങനെ ദിവസങ്ങൾ ചെല്ലുന്തോറും ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് കൂടിക്കൂടെ വന്നു. ചേച്ചിയുടെ വീട്ടിലെ TV ഇല്ല. ചേട്ടൻ രാവിലെ ഹോട്ടലിൽ പോയാൽ വരുമ്പോൾ വൈകുന്നേരം 10 മണിയാകും. അതുകൊണ്ട് വീട്ടിലെ പണികളെല്ലാം തീരുമ്പോൾ ചേച്ചി TV കാണാൻ ഇവിടേക്ക് വരും. പഴയ വീടിൻ്റെ പുറത്താണ് കുളിമുറിയും അലക്കുകല്ലും എല്ലാം. കോളേജ് ഇല്ലാത്ത ദിവസങ്ങളിൽ എൻ്റെ സന്തോഷം അതായിരുന്നു. ആ ഇടയ്ക്കാണ് ഞങ്ങളെ എല്ലാവരെയും ഗൾഫ് കാണാൻ കൊണ്ടുപോകാൻ അച്ഛൻ തീരുമാനിച്ചത്. എല്ലാം സെറ്റായതായിരുന്നു. ആ സമയത്ത് തന്നെ എനിക്ക് യൂണിവേഴ്സിറ്റി എക്സാം വന്നു. അവസാനം അമ്മയും അനിയനും ഗൾഫിലേക്ക് പോവാൻ തീരുമാനിച്ചു. ഞാൻ വീട്ടിൽ നിൽക്കാം. എനിക്കുള്ള ഭക്ഷണം തരാൻ ലക്ഷ്മി ചേച്ചിയും ഏർപ്പാടാക്കി. ഞാനും ചേച്ചിയും ഈ അവസരം നല്ലപോലെ എൻജോയ് ചെയ്തു.